പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തിക്കായി നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ്. ഇതിൽ പറയുന്നത് ദൈവം യെഹെസ്കേലിനോട് അരുളി ചെയ്ത് യെഹെസ്കേലിനെ ഒരു താഴ്വരയിലേക്ക് നടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ ഒരു താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ചെല്ലുമ്പോൾ ദൈവാത്മാവ്, അതായത് യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനോട് പ്രവചിക്കുകയാണ് ചെയ്യുന്നത്. ആ താഴ്വരയിലേക്ക് പോകുമ്പോൾ യെഹെസ്കേൽ അവിടെ ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ എന്താണ് കാഴ്ച കാണുന്നത്? അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, 1 മുതൽ വായിക്കുമ്പോൾ, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിനെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോൾ യെഹെസ്കേലിനെ യഹോവയുടെ ആത്മാവ് താഴ്വരയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവിടെ യെഹെസ്കേൽ കാണുന്ന ഒരു കാഴ്ചയാണ്, അവിടെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. അസ്ഥികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഒരു ശരീരത്തിൽ നിന്ന് ജീവൻ പോയി കഴിയുമ്പോൾ ശേഷിക്കുന്ന ഒരു ശേഷിപ്പാണ് അസ്ഥികൾ മാത്രം. അതായത് ആ മാംസം എല്ലാം പോയി, ആ ജീവൻ പോയി കഴിഞ്ഞാൽ അതിന് ജീവന്റെ തുടിപ്പില്ല, ജീവൻ തികച്ചും പോയി. അത് കഴിഞ്ഞ് ആ അസ്ഥികൾ മാത്രമായി അവശേഷിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മളിൽ നിന്ന് മാംസം എല്ലാം ഉണങ്ങിപ്പോയി നിർജീവമായ ഒരവസ്ഥ, അതായത് ജീവനില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ആ അസ്ഥികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലേക്ക് യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ കൊണ്ടു ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ ചെന്നിട്ട് അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയോ അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അതായത് ഉണങ്ങിയ ഒരു അസ്ഥികള്, നിർജീവമായ അസ്ഥികള്. അതിനി പറയുവാൻ ഒന്നുമില്ല. എന്നാൽ അതിൽ ജീവൻ ഉണ്ടായിരുന്ന സമയത്ത് ആ അസ്ഥികൾക്ക് പറയാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ജീവനുള്ള സമയത്ത് അത് കുറെ നേടിയിട്ടുണ്ടായിരിക്കാം, കുറെ വെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കാം, കുറെ അധ്വാനിച്ചിട്ടുണ്ടായിരിക്കാം, കുറെ കഥകൾ ആ അസ്ഥികൾക്ക് പറയുവാൻ കാണും. പക്ഷേ പറയുവാൻ ആ അസ്ഥികളിന്മേൽ ഇപ്പൊ ജീവനില്ല. നിർജീവമായ ഉണങ്ങിയ അസ്ഥികളാണ് യെഹെസ്കേൽ ആ താഴ്വരയിൽ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ യെഹെസ്കേൽ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, യഹോവയുടെ ആത്മാവ് എന്നെ എന്തിനെ ഈ ജീവനില്ലാത്ത ഒരു ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വരയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്? അത് 1-2 അല്ല, ആ താഴ്വര നിറഞ്ഞിരിക്കുകയാണ്. ഒരു കൂമ്പാരമായിട്ട് കിടക്കുന്ന നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വര, അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു താഴ്വരയിലേക്കാണ് യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ കൊണ്ടു ചെല്ലുന്നത്. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ആ ദൈവാത്മാവ്, യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനോട് ചോദിക്കുകയാണ്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, നമ്മളെ ഇങ്ങനെ ഒരു താഴ്വരയിൽ കൊണ്ടു ചെല്ലുവാന്ന് വെച്ചോ, ഉണങ്ങിയ അസ്ഥികൾ മാത്രമുള്ള ഒരു താഴ്വരയിൽ ചെന്നിട്ട് നമ്മളോട് ചോദിക്കുക, ഈ അസ്ഥികൾ ഇനി ജീവിക്കുമോ? ഇല്ല. നമ്മൾ പറയും, തീർച്ചയായിട്ടും ഇല്ല. എങ്ങനെ? ഇതിൽ നിന്നുള്ള ഒരു ഇതിൽ നിന്ന് ജീവൻ പോയി, അത് തികച്ചും ശൂന്യമായി. ഇതിന്റെ ജീവിതത്തിലുള്ള കഥകൾ ഇനി ഒന്നും പറയാനില്ല, എല്ലാം കഴിഞ്ഞു. പറയാൻ ജീവനില്ല. ജീവനില്ലാത്ത അസ്ഥികൾ ഇനി എങ്ങനെ തിരിച്ച് അതിന്മേൽ ജീവൻ വരാൻ പോകുന്നത്? പക്ഷെ ചോദിക്കുന്ന വ്യക്തി ആരാ? ചോദിക്കുന്നത് യഹോവയുടെ ആത്മാവാണ് യെഹെസ്കേലിനോട് ചോദിക്കുന്നത്. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും യെഹെസ്കേലിന് ശരിക്കും അറിയാം, യെഹെസ്കേലിനോട് ചോദിക്കുന്നത് ആരാണ്? യഹോവയുടെ ആത്മാവാണ്. അതിനപ്പുറം ഒന്നുമില്ല. നീ അറിയാത്തതായിട്ട് ഒന്നുമില്ല എൻ്റെ യഹോവേ എന്നുള്ള രീതിയിൽ യെഹെസ്കേൽ മറുപടി പറയാണ് യഹോവയുടെ ആത്മാവിനോട്. യഹോവേ, കർത്താവേ, നീ അറിയുന്നു, എനിക്കറിയത്തില്ല ഇതിന് ജീവിക്കുമോ എന്ന്, പക്ഷേ നിനക്കറിയാം അത് ജീവിക്കുമോ ഇല്ലയോ എന്ന്. എന്നിട്ട് യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനോട് പറയുക, നീ ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ച് പറയുക, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. അപ്പൊ
ചിന്തിച്ചിട്ടുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു, ആ ജീവനില്ലാത്ത അസ്ഥികൾ എങ്ങനെ യഹോവയുടെ വചനം കേൾക്കാൻ പറയുന്നത്? യഹോവയുടെ വചനം കേൾപ്പിൻ. പക്ഷെ യഹോവയുടെ ആത്മാവ് പറയുക, യെഹെസ്കേൽ സമ്പൂർണ്ണമായും അത് അനുസരിക്കുന്നു. യഹോവയുടെ ആത്മാവ് പറയുകയാണ്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളുടെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തു എന്ന് ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനോട് പറയുകയാണ്, നീ ഈ ഉണങ്ങിയ അസ്ഥികളോട് യഹോവയുടെ വചനം പ്രവചിച്ച് പറയണേ. യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയുടെ ആത്മാവ് പറയുന്ന പ്രവചനം കേൾപ്പിൻ. ഞാൻ നിങ്ങളുടെ മേൽ ജീവശ്വാസം ഊതി തരും. ഞാൻ നിങ്ങൾക്ക് ജീവൻ തരും. നിങ്ങളുടെ ഈ ഉണങ്ങിയ അസ്ഥികൾ മേൽ മാംസം വരും. മാംസം വന്ന് നിങ്ങൾ ജീവനുള്ളതായി തീരും. നിങ്ങൾക്ക് ജീവൻ വരും. നിങ്ങൾക്ക് ചലനം വരും. ആരുടെയെങ്കിലും ജീവിതത്തില് ഉണങ്ങിയ അസ്ഥി കൂമ്പാരമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് മുമ്പോട്ടില്ല, എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, എനിക്കിനി പ്രത്യാശിക്കാൻ ഒന്നുമില്ല, എല്ലാവരും എന്നെ നോക്കി പറഞ്ഞു, നീ തീർന്നു, നിന്റെ എൻഡായി, ദിസ് ഇസ് യുവർ എൻഡ്, ഇനി നിനക്ക് ഒന്നുമില്ല ജീവിതം, നീ ഒരു ഉണങ്ങിയ അസ്ഥിയായി മാറി, നീ എന്തിനി ജീവിക്കുന്നു, എന്തിനി പ്രത്യാശ വെക്കുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണങ്ങിയ അസ്ഥികളെ നോക്കി യഹോവയുടെ ആത്മാവ് പറയുന്നു, ഈ ഉണങ്ങിയ അസ്ഥികളിന്മേൽ ഞാൻ നിങ്ങൾക്ക് ജീവനെ തരും. യഹോവയുടെ വചനം കേൾപ്പേൻ. നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, യഹോവയുടെ വചനത്തെ കേൾക്കുക, യഹോവയോട് പ്രാർത്ഥിക്കുക, യഹോവയിൽ വിശ്വാസം വെക്കുക. ആ ഉണങ്ങിയ അസ്ഥികളിന്മേൽ ജീവൻ തരുവാൻ, ആ ഉണങ്ങിയ അസ്ഥികളിന്മേൽ മാംസം വരുത്തുവാൻ, ആ ഉണങ്ങിയ അസ്ഥികളെ ജീവനുള്ള ഒരു ചലനശേഷിയുള്ള ഒരു ജീവനുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ യഹോവയ്ക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതം തീർന്നിട്ടില്ല. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരണ്ട. നിങ്ങൾക്ക് പ്രത്യാശയുള്ള ഒരു ഭാവി നിങ്ങൾക്ക് വരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആ യഹോവയുടെ വചനം കേൾക്കുക. ഉണങ്ങിയ അസ്ഥികളെ ഒരു സൈന്യമാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സാധിക്കും. അങ്ങനെ യെഹെസ്കേൽ ആ സൈന്യത്തോട് പ്രവചിച്ച് പറയുകയാണ്, യഹോവയുടെ ആത്മാവിനാൽ പ്രവചിച്ച് പറയുകയാണ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളുടെ മേൽ ശ്വാസം വരുത്തു എന്ന് യഹോവയായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. അങ്ങനെ പ്രവചിച്ചു. അങ്ങനെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം കേൾക്കുകയാണ് ചെയ്തത്. ആ മുഴക്കത്തിൽ എന്താണ് സംഭവിച്ചത്? ആ അസ്ഥികളെല്ലാം ജീവൻ വെച്ച് ഒരു സൈന്യമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരെങ്കിലും ഇനി പ്രത്യാശയില്ല, എല്ലാം തീർന്നു എന്ന് വിഷമിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടിന്റെ ഏറിയ ഉണ്ട് എങ്കിൽ, പ്രത്യാശയ്ക്ക് ഇനി ഒരു വകയുമില്ല, ഞാൻ എല്ലാം തീർന്നു, എനിക്കിനി ദുഃഖം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതത്തില്, എനിക്ക് സകലതും തീർന്നു എന്ന് നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, ഉണങ്ങിയ അസ്ഥികളെ ജീവനുള്ള അസ്ഥികളാക്കി, ജീവനുള്ള ദേഹിയാക്കി മാറ്റുവാൻ, മാംസം വെച്ച് അതിന്മേൽ ജീവശ്വാസം ഊതി അതിനെ ജീവനുള്ള ഒരു വലിയ ഒരു സൈന്യമാക്കി, ഒരു ദേഹിയാക്കി മാറ്റുവാൻ നമ്മുടെ സ്വർഗത്തിലെ യഹോവയ്ക്ക് കഴിയും എങ്കിൽ, ആ പഴയ നിയമകാലത്ത് കഴിയുമെങ്കിൽ, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. പരിപൂർണമായി ആ യഹോവയിൽ വിശ്വസിക്കുക, ആ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ആ യഹോവയുടെ വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. നിന്റെ ഉണങ്ങിയ അസ്ഥികളെ, നിന്റെ ഉണങ്ങിയ ജീവിത ഭാരങ്ങളെ, ഉണങ്ങിയ ജീവിതത്തിന്റെ ഏടുകളെ, അതിനെ പ്രത്യാശിക്കുന്ന ഒരു ശുഭഭാവിയാക്കി മാറ്റുവാൻ, പ്രത്യാശിക്കുന്ന ഒരു ജീവനുള്ള ഒരു ദേഹിയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതിന് നമ്മൾ ചെയ്യേണ്ടത് പരിപൂർണമായി ആ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പണ ഭാവത്തോടുകൂടി, കർത്താവെ, ഞാൻ ഒന്നുമില്ല, ഞാൻ ഏതുമില്ല, നിന്റെ വചനം കേൾക്കുവാൻ ഞാൻ പരിപൂർണമായും സമ്മതിക്കുന്നു, നിന്റെ വചനം കേൾക്കുവാൻ ഞാൻ പരിപൂർണമായും തയ്യാറാകുന്നു. കർത്താവെ, എന്റെ ശരീരത്തെ, എന്റെ ഉണങ്ങിയ അസ്ഥികളിന്മേൽ നിന്റെ ജീവശ്വാസം ഒന്ന് ഊതണമേ. ഞാൻ കരയുന്ന വിഷയത്തിന്മേൽ എന്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം ഒന്ന് പ്രവർത്തിക്കണമേ. സ്വർഗത്തിലെ അപ്പച്ചൻ
ദൈവത്തിന്റെ ആത്മാവെ നീ ഒന്ന് ഇറങ്ങി വരണമേ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ യഹോവ എനിക്കൊരു നീക്കുപോക്ക് തരണമേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ ജീവനുള്ള ഒരു ദേഹിയാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഈ പ്രാർത്ഥനകളാലും ഈ യാചനകളാലും മുമ്പോട്ട് നിങ്ങളെ നീക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ.